ഹായ് നമസ്കാരം. എല്ലാവർക്കും ഫുട്ബോൾ സംസാരത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിയൻ. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളുടെ ഒരു യോഗം AIFF ഓൺലൈനായി വിളിച്ചിരുന്നു. ആ യോഗത്തിൽ ISLൻ്റെ 20 വർഷത്തേക്കുള്ളൊരു ലോങ് ടേം പ്ലാൻ അവതരിപ്പിച്ചു. ആ പ്ലാൻ ഇങ്ങനെയാണ്: ലീഗ് നടത്തുന്നത് ഒരു സെൻട്രൽ ഓപ്പറേഷണൽ ബഡ്ജറ്റ് വഴിയായിരിക്കും. അതിലേക്ക് ISL ക്ലബ്ബുകളും AIFFും കൊമേഴ്ഷ്യൽ പാർട്ട്നേഴ്സും ഇൻവെസ്റ്റ് ചെയ്യും. അതിൽ നിന്നുമായിരിക്കും ഓപ്പറേഷണൽ കോസ്റ്റ്, ലൈസൻസിങ്, അതുപോലെ തന്നെ പ്രൈസ് മണിയും കണ്ടെത്തുന്നത്. ലീഗ് പ്രൊമോഷൻ ആൻഡ് റെലഗേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ലീഗിൻ്റെ ഒരു ടോട്ടൽ ഓപ്പറേഷണൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ജൂണിൽ തുടങ്ങി മെയ്യിൽ അവസാനിക്കുന്ന രീതിയിലായിരിക്കും. ഈ ലീഗിൻ്റെ മൊത്തത്തിലുള്ളൊരു സാമ്പത്തിക കൺട്രോൾ, ഫൈനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് AIFFൻ്റെ കയ്യിലായിരിക്കും. അതുപോലെ തന്നെ റവന്യൂ ഷെയറിംഗ് എന്ന് പറയുന്നത് 10% AIFFനും, ISL ക്ലബ്ബുകൾക്ക് 50%, 30% കൊമേഴ്ഷ്യൽ പാർട്ട്നേഴ്സിന് 10% പാരച്യൂട്ട് പേയ്മെൻറ്റ്സ്. ISL ക്ലബ്ബുകൾ ഓരോ സീസണും 1 കോടി രൂപ വീതം പാർട്ടിസിപ്പേഷൻ ഫീസായിട്ട് ഇതിലേക്ക് നൽകേണ്ടതാണ്. ഈ തുക പിന്നീട് അവർക്ക് റീഇൻവെസ്റ്റ്മെൻറ്റായി ലഭിക്കുന്നതുമാണ്. ലീഗിൽ നിന്ന് റെലഗേറ്റഡായി പോകുന്ന ക്ലബ്ബുകൾക്ക് കോമ്പൻസേഷൻ നൽകുന്നതാണ്. ആ കോമ്പൻസേഷൻ്റെ മാനദണ്ഡം എന്തെന്നാൽ, എത്ര കാലം ഒരു ക്ലബ്ബ് ലീഗിൽ നിന്നോ അതിനനുസരിച്ചായിരിക്കും കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അതുമാത്രമല്ല, റെലഗേറ്റഡായി പോകുന്ന ക്ലബ്ബുകൾക്ക് കോമ്പൻസേഷൻ കിട്ടണമെങ്കിൽ എല്ലാ വർഷവും ഒരു മെമ്പർഷിപ്പ് ഫീസ് ഈ ലീഗിലേക്ക് അടയ്ക്കേണ്ടതുമാണ്.